ആയിഷാ ബീബി പറയാണ്, ഞാനിങ്ങനെ എണീറ്റ് നോക്കുന്ന സമയത്തുണ്ടാകും റസൂലുള്ളാഹി നിസ്കരിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുനീരിങ്ങനെ കണ്ണിലൂടെ ഒഴുകണ്, എന്നിട്ട് താടി രോമങ്ങളിലൂടെ അത് വീഴുന്നു, എന്നിട്ട് നിസ്കരിക്കുന്ന മുസല്ല ഇങ്ങനെ നനഞ്ഞിരിക്കും. അത്രയും കാര്യം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഓർത്താണ് വല്ലാതെ കരഞ്ഞിരുന്നത്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയും. ഖുർആൻ മറ്റുള്ളവരൊക്കെ പാരായണം ചെയ്യാൻ പറഞ്ഞിട്ട് അവര് പാരായണം ചെയ്തെന്ന് കേട്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയും, കരഞ്ഞ് കണ്ണീരൊഴിക്കും. ചിലപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം പുറത്തേക്ക് കേൾക്കും. സഹാബി പറയാണ്, ആട്ടുകല്ലുണ്ടല്ലോ അതിങ്ങനെ അരക്കുന്ന ആ ഒരു തരം കരച്ചിലിന്റെ ശബ്ദം, ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ പൊരിയണ ശബ്ദം ഇങ്ങനെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. നബി തിരുമേനി നിസ്കരിക്കുമ്പോ, നബി തിരുമേനി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട് പറഞ്ഞു, ഐനാനി ലൻ തബസ്സഹുമാ ഐനുൻ ബകത മിൻ ഖശിയത്തില്ലാ വഐനുൻ ബാതത തഹറുസു ഫീ സബീലില്ലാ. രണ്ട് കണ്ണുകളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല. ഒന്ന് ഐനുൻ ബകത മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണൊരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല. വഐനുൻ ബാതത തഹറുസു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ശത്രുവിനെതിരെ നിരീക്ഷണത്തിനിരുന്നു കൊണ്ട് ഉറക്കമിളക്കുന്ന കണ്ണ്, ഈ രണ്ട് കണ്ണുകളും ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല. രണ്ട് കണ്ണുകളെ സൃഷ്ടിച്ചെടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പരിശ്രമിച്ചിട്ടുണ്ട്. ഒന്ന് റബ്ബിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണ്, മറ്റൊന്ന് ശത്രുവിനെതിരെ ജാഗ്രത പുലർത്തുന്ന കണ്ണ്. ഈ രണ്ട് കണ്ണുകളാണ് മുസ്ലിം ഉമ്മത്തിന് വേണ്ടത്. ഈ രണ്ട് കണ്ണുകളുണ്ട് എങ്കിൽ ഈ ഉമ്മത്ത് പരാജയപ്പെടൂല, കട്ടായമാണ്. അള്ളാഹു സാക്ഷിയാണ്, ഈ ഉമ്മത്ത് പരാജയപ്പെടൂല. ഈ രണ്ട് കണ്ണുകളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് കണ്ണുകളെ തിരിച്ചെടുക്കുക, നമ്മൾ തിരിച്ചു പിടിക്കുക. ഐനുൻ ബാതത തഹറുസു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുവിനെതിരെ ജാഗരൂകമാകുന്ന കണ്ണുകളും, വഐനുൻ ബകത മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണും. പുഞ്ചിരി പോലെ തന്നെ പുണ്യനബിയുടെ കൺകോണുകളിൽ കണ്ണീർ കണങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു എന്നുള്ളത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്. അതുകൊണ്ട് പുഞ്ചിരി വേണം, അത് മനുഷ്യനെ സന്തോഷിപ്പിക്കും. കരയണം, അത് റബ്ബിനെ സന്തോഷിപ്പിക്കും.